അപ്പം നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവസ്ഥയും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചില രാജാക്കന്മാരാണെങ്കിൽ ഡിപ്രഷനിൽ അങ്ങനെ കഴിയും. മറ്റു ചിലരാണെങ്കിൽ ആ കിട്ടിയ ചാൻസ് നോക്കിയിട്ട് ഞാൻ രാജാവല്ലേ, ആ സുഖ സൗകര്യങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് അവരങ്ങ് യൂട്ടിലൈസ് ചെയ്യും. പക്ഷെ എല്ലാവരുടെ ആഗ്രഹം ഞാൻ ഒരിക്കലും രാജാവരുതേ, എനിക്കൊരിക്കലും ഈ രാജ്യത്തിൻ്റെ രാജാവ് ആകണ്ട എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ ഇനി തപ്പിത്തവരി മീൻസ് ബൈ ആക്സിഡൻ്റൽ രാജാവായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ചിലർ ഇങ്ങനെ ഡിപ്രഷനിലും ചിലർ സുഖ സൗകര്യങ്ങളിലും മുഴുകി നിൽക്കും. ആരും രാജ്യത്തിനെ പറ്റിയിട്ടോ അവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ടോ അവിടുത്തെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഒന്നും അവരെ വിഷയമേ അല്ല. പക്ഷെ ഒരു വർഷം അവിടെ പതിവ് പോലെ ഉത്സവത്തിൽ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. പഴയ രാജാവിനെ ആനയിച്ച് നദിക്കരയിൽ വിട്ടിട്ട് വന്നു എല്ലാവരും. പക്ഷെ ഈ രാജാവ് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തനായിരുന്നു. ആ രാജാവ് ഭയങ്കര പ്ലസൻ്റായി കാണപ്പെട്ടു. അയാൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ജനങ്ങളോട് അവരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും അവരുടെ ജീവിതത്തിനെ പറ്റിയിട്ടും ആവശ്യങ്ങളെ പറ്റിയിട്ടും ചോദിച്ചു. പിന്നെ അവിടുത്തെ മന്ത്രിസഭയൊക്കെ വിളിച്ചു കൂട്ടി. അവിടെ ഓരോ ഔദ്യോഗിക പദവിയിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊന്നും തന്നെ കറക്റ്റായിട്ട് പണിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ അവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ രാജാവ് രാജ്യത്തിലെ കാര്യങ്ങളൊക്കെ മൊത്തം ശരിയാക്കാൻ തുടങ്ങി. ഒന്നൊന്നായിട്ട് ഈ രാജ്യത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതേസമയം തന്നെ അയാളും വളരെ സന്തോഷവാനായിട്ട് അയാളുടെ ജീവിതം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ഒരുങ്ങി നടന്നു. നല്ല ഭക്ഷണം കഴിച്ചു. നല്ല പ്ലസൻ്റായി കാണപ്പെട്ടു. അങ്ങനെ. പക്ഷെ ഈ രാജാവിനെ ആഴ്ചയിൽ 2 ദിവസം കാണാതാവും. അന്ന് ശനി ഞായറൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ചിലപ്പം ഹോളിഡേയ്സ് ആയിരിക്കാം കേട്ടോ. എന്തായാലും ആഴ്ചയുടെ എൻഡിലുള്ള 2 ദിവസം രാജാവിനെ ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവും. അപ്പം ഇങ്ങനെ വിചാരിക്കും, എന്താ എല്ലാവർക്കും ഭയങ്കര അതിശയം, ഇയാൾക്ക് വട്ടാണോ ഇനി തലയ്ക്ക്, അതോ ഇവിടുത്തെ നിയമങ്ങളെ പറ്റി അറിയാതെ പുറത്തുനിന്ന് അങ്ങനെ വന്ന ആളാണോ? അങ്ങനെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ വന്ന് ഫൈനലി മറ്റേ ഡേ എത്തി. ആ രാജാവിനെ മാറ്റി നദിക്കരയിൽ കൊണ്ടുപോയിട്ട് മറ്റേ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളൊക്കെ ഭയങ്കര സങ്കടം. കാരണം ഇതുവരെ അവർ ഒരിക്കലും അനുഭവിക്കാത്ത രീതിയിൽ അവരാഗ്രഹിച്ച രീതിയിൽ ഒരു രാജാവ് എങ്ങനെയാണോ അങ്ങനെ ഉള്ള ഒരാളാണിത്. അപ്പം അങ്ങനെ ഒരു രാജാവിനെ നഷ്ടപ്പെടുത്താൻ ആർക്കും താല്പര്യമില്ല. പക്ഷേ നിയമങ്ങൾ എപ്പോഴും നിയമങ്ങളാണ്. ആർക്കും തന്നെ തെറ്റിക്കാനുള്ള ഇതില്ല. എത്ര നല്ല രാജാവാണെങ്കിലും എത്ര പാവാണെങ്കിലും അയാളുടെ വിധി ഈ ഉത്സവ ദിവസത്തിൽ ആ നദിക്കരയിൽ തീരുന്ന വിധി തന്നെയാണ്. അപ്പം എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് പല ജനങ്ങളും എല്ലാവരും കൂടെ ആനയിച്ച് നദിക്കരയിൽ എത്തിച്ച് രാജാവ്